ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ തൻ്റെ സ്വന്തം പുത്രൻ്റെ രക്തമാണ് പിതാവായ ദൈവത്തെ സംബന്ധിച്ചോളം ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. അതും അഫോർഡ് ചെയ്തു നമുക്ക് വേണ്ടിയിട്ട്. പക്ഷെ നമുക്കിപ്പോഴും ആ തിരിച്ചറിവില്ല. നമുക്കിപ്പോഴും പിതാവിൻ്റെ സ്നേഹത്തെ സംശയം. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? ദൈവം എന്നെ കരുതുന്നുണ്ടോ? ജസ്റ്റ് ഇമാജിൻ, ഞാനും നിങ്ങളും പിതാവായ ദൈവത്തിന് അത്ര വിലയേറിയത് കൊണ്ടാണ് യേശുക്രിസ്തുവിന് രക്തം മറുവിലയായിട്ട് കൊടുത്തത്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊന്നും നോക്കിയില്ല. സ്വന്തം ജീവൻ പോലും യേശുക്രിസ്തു നോക്കിയില്ല ഈ ഭൂമിയിൽ വന്നപ്പോൾ. കാരണം നമ്മൾ രക്ഷപ്പെടേണ്ടത് ആവശ്യമായി. ആൻഡ് ഈ പെയ്ഡ് ഫോർ ഇറ്റ്. അപ്പോൾ ഇവൻ നമ്മളെ നിർത്തിയിരിക്കുന്നത് എവിടെയാണ്? മക്കളായിട്ട്, അവകാശികളായിട്ട്, യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായിട്ട്. നമ്മളിപ്പോൾ നമ്മുടെ ജീവൻ യേശുക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുക. പക്ഷെ നമുക്കിഷ്ടം എന്താണെന്നറിയോ? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പുറത്ത് ചാടി നിന്ന് മുങ്ങിക്കൊണ്ടിരിക്കും. മുങ്ങാന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. മോശയോട് ദൈവം പറഞ്ഞു, നീ കൽപ്പിക്കാൻ പറഞ്ഞു കടലിനോട്. മോശ മുങ്ങിക്കൊണ്ടിരുന്നു പറഞ്ഞു, നിന്നോട് ഞാൻ കൽപ്പിക്കാനല്ലേ പറഞ്ഞു. വടിയെടുത്ത് വീശി കൽപ്പിക്കാൻ പറഞ്ഞു, മോങ്ങാതെ. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ കൽപ്പിക്കണം, അല്ലെങ്കിൽ മുങ്ങിക്കൊണ്ടിരിക്കാനില്ല. നമുക്കുള്ള അധികാരമുണ്ട്. പൊസിഷനിൽ നമ്മൾ ആരാണ് തിരിച്ചറിയണം. നമ്മൾ കർത്താവിൻ്റെ പ്രിയ മക്കളാണ്. പ്രഷ്യസ് ചിൽഡ്രൻ ഓഫ് ഗോഡ്. പ്രഷ്യസ് എന്ന് പറയാൻ കാര്യം, തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം കൊടുത്താണ് നമ്മളെ വിലയ്ക്ക് വാങ്ങി നിർത്തിയിരിക്കുന്നത്. പിശാച് നോക്കുമ്പോൾ നമ്മുടെ പ്രൈസ് ടാഗ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ ഒരു കോൺഫിഡൻസ് കളയാനാണ് പിശാച് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവമായിട്ടും നീ ദൈവത്തിലാണോ? വാസ്തവമായിട്ടും ദൈവം അങ്ങനെ പറഞ്ഞോ? വാസ്തവമായിട്ടും ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇങ്ങനെ കുറേ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പം ആദ്യം വരുന്ന ചോദ്യം ഇതാണ്, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? ദൈവമൊന്നും ഇല്ല, അല്ലെങ്കിൽ ദൈവം പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, ഇത്രയും വർഷം പ്രാർത്ഥിച്ചിട്ട്. ന്യായമായിട്ട് എൻ്റെ മനസ്സ് വരാവുന്നൊരു ചോദ്യം, ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ടും ഇതാണല്ലോ എനിക്ക് കിട്ടിയെന്ന് പറയാം എല്ലാ പാട്ടുകൂട്ടി മടക്കാം. ഇല്ല, അങ്ങനെ മടക്കാനല്ല. കാരണം എനിക്കൊരു കാര്യം ഉറപ്പാണ്, എൻ്റെ ജീവൻ അവനിൽ മറഞ്ഞിരിക്കുക. ഞാൻ ക്രിസ്തുവിലും ക്രിസ്തുവിൻ്റെ വചനം എന്നിലും വസിക്കുക. ഈ വചനങ്ങളാൽ കർത്താവ് ഈ ദിവസം എന്നെ ബലപ്പെടുത്തുക. യു ആർ നോട്ട് ആൻ ഓർഡിനറി പേഴ്സൺ, യു ആർ മൈ ബിലവഡ് ചൈൽഡ്. നിന്നെ പരിപാലിക്കാൻ, നിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ മതിയാവനാ. എനിക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ. മറ്റാരേക്കാളും നന്നായിട്ട് എനിക്കത് ചെയ്യാൻ പറ്റും, മറ്റാരേക്കാളും. അപ്പം നമ്മളൊരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ? നമ്മൾ ഓടി മറ്റുള്ളവരോട് അന്വേഷിക്കും. ഇപ്പോഴത്തെ ഒരു ഹോബി എന്നാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഹാബിറ്റ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉടനെ ഗൂഗിൾ ചെയ്യും. ഇതിനെക്കുറിച്ച് ഗൂഗിൾ എന്ത് പറയും? ഞാൻ പറയും, ഒരു ദൈവത്തിൻ്റെ ഗൂഗിൾ ഏതാണെന്നറിയാമോ? ബൈബിളാണ്. ദൈവവചനം, അല്ലെങ്കിൽ കർത്താവ് ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഞാനിപ്പോൾ കടന്നു പോകുന്ന പ്രതിസന്ധിയെക്കുറിച്ച് കർത്താവ് എന്ത് പറയുന്നു? ബൈബിൾ തുറക്ക്, വായിച്ച് ആദ്യമേ ഇൻഫർമേഷൻസ്. ഞാൻ ഗൂഗിളിൽ ഒത്തിരി ഇൻഫർമേഷൻസ് നേരത്തെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുക. നമ്മൾ ചോദിക്കുമ്പോൾ അത് പോപ്പപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞ പോലെ ബൈബിൾ വായിക്കുമ്പോൾ അതിലെ വചനങ്ങളും പ്രോമിസസും നമ്മുടെ ഉള്ളിൽ ഡിപ്പോസിറ്റഡ് ആവും. നമ്മളൊരു ക്രൈസിസ് വരുമ്പോൾ കർത്താവേ ഞാൻ എന്താ ചെയ്യേണ്ടത്? വൈ ഡിഡ് ദിസ് ഹാപ്പൻ? വാട്ട് ഇസ് ദ പർപ്പസ്? പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. എടാ, നീ മരിക്കില്ല, നീ ജീവിച്ചിരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തും. ഇത് അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായി നിനക്ക് വിടുതൽ ലഭിക്കുമ്പോൾ അനേകർ സ്വതമർപ്പിക്കാൻ ഇടയാവും. നീ എൻ്റെ സാക്ഷിയാവും. ഞാൻ നിന്നെ ഒരു നാളും അവഗണിക്കത്തില്ല, ഉപേക്ഷിക്കത്തില്ല. നിന്റെ ജീവൻ എന്നിൽ മറഞ്ഞിരിക്കുക. ഞാൻ നിന്നിലും നീ എന്നിലും വസിക്കുക. നീ എന്നിലും എൻ്റെ വചനം നിന്നിൽ വസിച്ചാൽ നീ ഇഷ്ടമുള്ളത് ചോദിച്ചു, ഞാനത് ചെയ്തു തരാം. പിതാവ് മഹത്വപ്പെടേണ്ടത്. ഇങ്ങനെയുള്ള ആൻസേഴ്സ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതേസമയം നമ്മൾ മെഡിക്കൽ സയൻസിലോട്ട് തപ്പിയാലോ, ഇത്ര % ചാൻസ് ഉണ്ട്, ഒത്താലൊത്തു, ഒത്തില്ല. എനിവേ നമുക്ക് ചെയ്തു നോക്കാം. നോ. ആദ്യം സീക്ക് ഫസ്റ്റ് ഹിസ് കിങ്ഡം ആൻഡ് റൈച്ചസ്നസ്. ആദ്യമേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിക്കുന്നു. പറഞ്ഞാൽ ആദ്യമേ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് അന്വേഷിക്കും. ദെൻ എവറിത്തിങ് എൽസ്. അപ്പം നമുക്കൊരു ചിന്ത വരും, എടാ ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിച്ചുകൊണ്ടിരുന്നത് എൻ്റെ സമയം അങ്ങ് പോവല്ലേ? കർത്താവിന് അറിയത്തില്ല. സമയം പോകാന്നുള്ള കർത്താവിന് അറിയത്തില്ല. കർത്താവ് 1 പത്രോസിലാക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പരിശോധിക്കാനായി
അഗ്നിശോധനകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചതുമാതിരി പരിഭ്രമിക്കരുത്. അതായത് നമ്മളെ ടെസ്റ്റ് ചെയ്യാനായിട്ട് അൺഎക്സ്പെക്റ്റഡ് തിങ്സ് ഉണ്ടാകുമ്പോൾ എന്തോ അപ്രതീക്ഷിതമായിട്ട് അൺഎക്സ്പെക്റ്റഡായിട്ട് സംഭവിച്ച മാതിരി നമ്മൾ പാനിക്കാകരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യമെന്നറിയാം? ഇന്നാണ് അതിൻ്റെ ഒരു ആൻസർ കർത്താവ് എനിക്ക് തന്നത്. കാരണം കർത്താവിന് നേരത്തെ അറിയാൻ സംഭവിക്കുന്നുള്ളത്. കർത്താവിന് ആദ്യം തന്നെ എല്ലാ അവസാനം വരെ അറിയാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന മുഴുവൻ കാര്യങ്ങളും കർത്താവിന് അറിയാം. കർത്താവിനെ സംബന്ധിച്ചുള്ള അതൊന്നും അൺഎക്സ്പെക്റ്റഡ് അല്ല. അയ്യോ, ഇത് ഞാൻ കണ്ടില്ലായിരുന്നല്ലോ, ഇത് ട്വിസ്റ്റ് ആണല്ലോ, ട്വിസ്റ്റ് എന്ന് കർത്താവ് പറയാം. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും കർത്താവ് അറിയാതെ അനുവദിക്കാതെ ആദ്യം അതിൽ ഉറച്ചോണം. ഞാൻ ഇത് എൻ്റെ രോഗം ഡയഗ്നോസ് ചെയ്തപ്പോൾ എൻ്റെ ആദ്യം ഉള്ളിൽ വന്ന് ഉറപ്പത്, കർത്താവ് അറിയാതെയും അനുവദിക്കാതെ ഒരു മുടി പോലും പൊഴിയത്തില്ല എങ്കിൽ, ഇതൊരു മുടി പൊഴിയുന്ന പോലെയല്ലോ, ദിസ് എ സീരിയസ് തിങ്. പക്ഷെ കർത്താവിനെ സംബന്ധിച്ചോ നോ. ഒരു പനി സൗഖ്യമാക്കുന്നത്, അങ്ങേയറ്റം പക്ഷേ ക്യാൻസർ സൗഖ്യമാക്കുന്നത്, മരിച്ച് 4 ദിവസം കഴിഞ്ഞ് ലാസറിനെ ഉയർപ്പിക്കുന്നതിനും കർത്താവ് ഒരേ എഫേർട്ട് മതി. കർത്താവിൻ്റെ ഒരു വാക്ക് മതി. അല്ലാതെ ലാസറിനെ ഉയർപ്പിക്കാത്തതിന് കർത്താവ് കുറേ നിന്നുകൊണ്ട് എക്സെപ്റ്റ് ചെയ്തില്ല. അയ്യോ ഇത് പനി പോലല്ലോ, അത് ചിലപ്പോൾ മെഡിക്കൽ സയൻസ് ആയിരിക്കും പറയും. കർത്താവിനെ സംബന്ധിച്ചുള്ള ഒരുപോലെ. ആൻഡ് വി ബിലോങ് ടു ഹിം. ഡോണ്ട് ഫർഗെറ്റ് ദാറ്റ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ.